Hi, good evening all. Today we are going to complete our first block. First blockile last module. അഥവാ നമ്മളുടെ സെക്കൻഡ് മൊഡ്യൂളാണ്, സെക്കൻഡ് യൂണിറ്റ് ആണ് നമുക്ക് കംപ്ലീറ്റ് ആക്കാനുള്ളത്. റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു, കുറെ പോയിട്ടുണ്ട്. റിലയബിലിറ്റി, വാലിഡിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണ്. സൈക്കോളജി റിസർച്ചിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണ്. പ്രധാനമായിട്ടും നമ്മളുടെ ഈ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ഷൻ, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ വാലിഡ് ആവുക, റിലയബിൾ ആകുക എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് നമ്മളുടെ റിസൾട്ട് ഫൈൻഡിങ്സ് അതൊക്കെ ഡിപ്പെൻഡബിൾ ആകുന്നത്. അല്ലെങ്കിൽ അതിനൊക്കെ നമുക്ക് ജനറലൈസ് ചെയ്യാനും മറ്റു പർപ്പസിനൊക്കെ നമ്മളുടെ റിസർച്ചിന്റെ ഒരു ഓവറോൾ വെൽബീയിങ് അല്ലെങ്കിൽ ഓവറോൾ അക്സെപ്റ്റൻസിന് റിലയബിലിറ്റി, വാലിഡിറ്റി ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ റിസൾട്ടുകൾക്ക് റിലയബിൾ ആയാലും വാലിഡ് ആയാലും ഒരു ഫീലിംഗ്. നമ്മളൊരു ടെസ്റ്റ് വാലിഡ് ആണ്, റിലയബിൾ ആണെന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾക്ക് ഡിപ്പെൻഡബിൾ ആണ്, നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, അത് ട്രസ്റ്റ് വർത്തി ആണ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങൾ വരുന്നത്. അതൊക്കെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശങ്ങൾ വരുന്നത്. ഇന്നലെ പറഞ്ഞതാണ് റിസർച്ചിലെ ഒരു റിസർച്ചിന്റെ ട്രസ്റ്റ് വർത്തിനെസ്, അതിന്റെ അക്യുറസി ഓഫ് റിസർച്ച് ഫൈൻഡിങ്സ്, അതിനെയൊക്കെ ബാധിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെന്റൽ കോൺസെപ്റ്റുകളാണ് റിലയബിലിറ്റിയും വാലിഡിറ്റിയും. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട്, നിങ്ങൾ ഒരുപാടൊന്നും ഡെഫിനിഷൻസിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ആവണ്ട, വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്ന രണ്ട് കാര്യങ്ങൾ മാത്രം ആലോചിച്ചാൽ മതി. ഒരു ടെസ്റ്റ് റിലയബിൾ ആകുക എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം റിസൾട്ടുകള്, അതിന്റെ മെഷർമെന്റ്, അതിന്റെ ലാസ്റ്റ് കിട്ടുന്ന സ്കോർ കൺസിസ്റ്റന്റ് ആവുക എന്നുള്ളതാണ്. കൺസിസ്റ്റൻസിയാണ് റിലയബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടെസ്റ്റ് റിലയബിൾ ആകുക എന്ന് പറയുമ്പോൾ ആ ടെസ്റ്റ് രണ്ട് ടൈം സ്പാനിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തും ഒരേ സബ്ജക്റ്റിനെ കൊണ്ട് തന്നെ നമ്മൾ ആ ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്ന സമയത്ത് വി ആർ ഗെറ്റിംഗ് ദ സെയിം റിസൾട്ട്. ഒന്ന് സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. ഒരു ഐ ക്യു ടെസ്റ്റ് നടത്തി, ഐ ക്യു ടെസ്റ്റിന്റെ സ്കോർ ഒരു തവണ കിട്ടിയത് ഒരു സ്കോറാണ്, 80 കാണിച്ചു എന്ന് വിചാരിക്കുക. തൊട്ടടുത്ത തവണ ചെയ്യുന്ന സമയത്ത് ആള് മാറുന്നില്ല, സെയിം സബ്ജക്റ്റ് ആണ്, അപ്പോഴും നമുക്ക് സെയിം റിസൾട്ട് തന്നെ കിട്ടണം. അതർവൈസ് നമ്മൾക്ക് ഈ ഒരു ടെസ്റ്റ് റിലയബിൾ ആണെന്ന് പറയാൻ കഴിയൂല. കാരണം ഓരോ ടൈമിലും റിസൾട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദെൻ വാട്ട്സ് ദ റിലയബിലിറ്റി ഓഫ് ദാറ്റ് ടെസ്റ്റ്? അത്ര ആലോചിച്ചാൽ മതി. അപ്പൊ കൺസിസ്റ്റൻസി ഓഫ് മെഷർമെന്റ് എന്നതാണ് റിലയബിലിറ്റിന്റെ ഒരു പ്രധാനപ്പെട്ട ഡെഫിനിഷൻ. അല്ലാതെ അതാണ് അതിന്റെ ഒരു അന്തസത്ത. വെൽ കമ്മിങ് ടു വാലിഡിറ്റി. വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത് അക്യൂറസിയാണ്. അക്യൂറസി എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മൾ ഈ ടെസ്റ്റ് കൊണ്ട് മെഷർ ചെയ്യാൻ ആഗ്രഹിച്ചത്, ഉദ്ദേശിച്ചത്, അത് തന്നെ ആയിരിക്കണം അളക്കപ്പെടേണ്ടത്. നമ്മളൊരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത്, ഒരു ടെസ്റ്റ്, സൈക്കോളജിക്കൽ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് എന്താണോ മെഷർ ചെയ്യേണ്ടിയിരുന്നത് അത് തന്നെ ആയിരിക്കണം ആ ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോഴും മെഷർ ചെയ്യപ്പെടേണ്ടത്. റിസൾട്ടിലെ അക്യുറസിയാണ്, എന്താണോ നമ്മൾ അളക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ആയിരിക്കണം നമ്മളുടെ ടെസ്റ്റ് അളക്കേണ്ടത്. അതാണ് വാലിഡിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ ഡെഫിനിഷൻസ് ഒക്കെ നല്ല ഒരുപാട് നോക്കിയതാണ്. പിന്നെ റിലയബിലിറ്റി നമ്മൾക്ക് രണ്ടായിട്ട് പറയാൻ പറ്റും. ഇന്റേണൽ റിലയബിലിറ്റി അല്ലെങ്കിൽ ഇന്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയാം, അതല്ലെങ്കിൽ എക്സ്റ്റേണൽ കൺസിസ്റ്റൻസി എന്ന് പറയാം. ആ വേർഡിൽ തന്നെ കാര്യങ്ങളുണ്ട്. എക്സ്റ്റേണൽ കൺസിസ്റ്റൻസി അളക്കാനും ഇന്റേണൽ കൺസിസ്റ്റൻസി അളക്കാനും നമ്മൾക്ക് വ്യത്യസ്തമായ വഴികളുണ്ട്. ഓക്കെ, എക്സ്റ്റേണൽ കൺസിസ്റ്റൻസി ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡുകളാണ് ടെസ്റ്റ്, റീടെസ്റ്റ് റിലയബിലിറ്റി, പാരലൽ ഫോം റിലയബിലിറ്റി ഒക്കെ. അപ്പൊ നമ്മൾക്ക് എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് നോക്കാം. എക്സ്റ്റേണൽ കൺസിസ്റ്റൻസി ഇവാലുവേറ്റ്സ് ഹൗ കൺസിസ്റ്റന്റ് മെഷർമെന്റ്സ് ആർ അക്രോസ് ഡിഫറെന്റ് ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻസ് ഓർ ഫോംസ്. വ്യത്യസ്തമായ ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷനുകളിൽ എത്രത്തോളം മെഷർമെന്റിൽ കൺസിസ്റ്റൻസി ഉണ്ട് എന്നതാണ് നമ്മൾ എക്സ്റ്റേണൽ കൺസിസ്റ്റൻസിയിലൂടെ അളക്കുന്നത്. വ്യത്യസ്തമായ ടെസ്റ്റ് അഡ്മിനിസ്ട്രേഷൻസിൽ എത്രത്തോളം മെഷർമെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്, ഒരേപോലെ വരുന്നുണ്ട്, അതാണ് നമ്മൾ എക്സ്റ്റേണൽ കൺസിസ്റ്റൻസിയിലൂടെ അളക്കുന്നത്. ഉദാഹരണം ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റി. ടെസ്റ്റ് റീടെസ്റ്റ് റിലയബിലിറ്റിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്? വി ആർ
ടെസ്റ്റിംഗ് ദ എക്സ്റ്റേണൽ റിലയബിലിറ്റി അല്ലെങ്കിൽ എക്സ്റ്റേണൽ കൺസിസ്റ്റൻസി ആണ് നമ്മൾ അവിടെ അളക്കുന്നത്. ഒരു ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, സെയിം ടെസ്റ്റ് ആഫ്റ്റർ എ ടൈം സ്പാൻ നമ്മൾ കണ്ടക്ട് ചെയ്യാണ്. ലൈക്ക് വൈസ് പാരലൽ ഫോം, ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ യൂസിങ് ഡിഫറെന്റ് ഫോം, ഒരേ സാധനത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു ഫോം ഉപയോഗിച്ചിട്ട്, ഒരു പാരലൽ ഫോം ഉപയോഗിച്ചിട്ട്, ഒരു അൾട്ടർനേറ്റീവ് ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാണ്. ദിസ് ഈസ് ആൾസോ എ വേ ടു എസ്റ്റിമേറ്റ് ദ എക്സ്റ്റേണൽ വാലിഡിറ്റി. ഇവിടെയൊക്കെ സംഭവിച്ചത് എന്താണ്, നമ്മൾ ചെയ്തത് എന്താണ്, കൺസിസ്റ്റന്റ് മെഷർമെന്റ് ഉണ്ടോ അക്രോസ് ഡിഫറെന്റ് ടൈം സ്പാൻ ആസ് വെൽ ഡിഫറെന്റ് ഫോംസ്. രണ്ട് ഒരേപോലത്തെ ഫോമുകൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിനിടയിൽ കൺസിസ്റ്റൻസി ഉണ്ടോ, മെഷർമെന്റിൽ കൺസിസ്റ്റൻസി ഉണ്ടോ, അതല്ല ഒരേ ഫോം തന്നെ രണ്ട് ഡിഫറെന്റ് ടൈം സ്പാനിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൺസിസ്റ്റൻസി ഉണ്ടോ, ഇതാണ് നമ്മൾ എക്സ്റ്റേണൽ കൺസിസ്റ്റൻസിയിലൂടെ അളക്കുന്നത്. അതേസമയം ഇന്റേണൽ കൺസിസ്റ്റൻസിയിൽ എന്തായിരിക്കും, assesses the consistency of measurement within a single test or set of items. Both types of reliability are essential in ensuring the measurement tool is dependable. Internal consistency നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ എന്താ പറഞ്ഞത്, കൺസിസ്റ്റൻസി ഓഫ് മെഷർമെന്റ് വിത്തിൻ, ആ വാക്കിൽ പിടിക്കണം, വിത്തിൻ എ സിംഗിൾ ടെസ്റ്റ് ഓർ സെറ്റ് ഓഫ് ഐറ്റംസ്. നമ്മൾക്ക് കുറച്ചൊരു സെറ്റ് ഓഫ് ഐറ്റംസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും, അതിന്റെ ഉള്ളില് മെഷർമെന്റിൽ കൺസിസ്റ്റൻസി ഉണ്ടോന്നാണ് നമ്മൾ നോക്കുന്നത്. ഇന്നലെ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു, സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റി അല്ലെ. അവിടെ നമ്മൾ എന്താ ചെയ്യുക, കുറച്ചൊരു വലിയ ടെസ്റ്റ് ആണ് നമ്മളുടെ കയ്യിലുള്ളത്, അതിലൊരു 100 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഐറ്റംസ് മീൻസ് ക്വസ്റ്റ്യൻസ് അല്ലെ. 100 ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ റാൻഡംലി നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യാണ്, ഒരു 50-50 ആക്കിയിട്ട് തിരിക്കുകയാണ്. ഈ 50-50 അതിന്റെ രണ്ടിന്റെയും സ്കോറിൽ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഒരു സിമിലാരിറ്റി ഉണ്ടോ, ഒരു കോറിലേഷൻ ഉണ്ടോ എന്നതാണ് നമ്മൾ ഇതിലൂടെ നോക്കുന്നത്, ഇന്റേണൽ കൺസിസ്റ്റൻസിലൂടെ നോക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പൊ നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി ട്രൈറ്റ് അളക്കുന്ന ഒരു ക്വസ്റ്റ്യനെയർ ആണ്, നമ്മളുടെ ഒരു ഉദാഹരണം, നമ്മളുടെ ഇൻട്രോവേർഷനും എക്സ്ട്രോവേർഷനും ഒക്കെ അളക്കുന്ന ഒരു ക്വസ്റ്റ്യനെയർ ആണെന്ന് വിചാരിക്കുക. 100 ക്വസ്റ്റ്യൻസ് അതിലുണ്ടെന്ന് സങ്കല്പിക്കുക. ഒരു 50 ക്വസ്റ്റ്യൻസിന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇവന്റെ പേഴ്സണാലിറ്റി ട്രൈറ്റിനെ സൂചിപ്പിക്കും. Likewise, other 50 will also definitely say about the personality trait. അപ്പൊ രണ്ടിന്റെയും ആൻസർ എന്തായിരിക്കണം, ഏറെക്കുറെ സിമിലർ ആയിരിക്കണം, ഏറെക്കുറെ കൺസിസ്റ്റന്റ് ആയിരിക്കണം. Then only we can say that it has internal validity. അതാണ് സ്പ്ലിറ്റ് ഹാഫ് റിലയബിലിറ്റിയിൽ വരുന്നത്. Likewise, we have Kuder-Richardson estimate of reliability. ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ കയ്യിലുള്ള ടെസ്റ്റിന്, സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിന്, ഐറ്റംസിന് ഇന്റേണൽ കൺസിസ്റ്റൻസി ഉണ്ടോ, അതാണ് നോക്കുന്നത്. അതിന്റെ ഉള്ളിൽ തന്നെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, ഒരു മെഷർമെന്റിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ എന്നാണ് കുഡർ-റിച്ചാർഡ്സൺ എസ്റ്റിമേറ്റ് ഓഫ് റിലയബിലിറ്റിയിലും അതേപോലെ തന്നെ ക്രോൺബാക്ക് ആൽഫയിലും നോക്കുന്നത്. സ്പ്ലിറ്റ് ഹാഫിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, നമ്മളുടെ കയ്യിലുള്ള ആ ഒരു ഉദാഹരണം നോക്കിയാൽ മനസ്സിലാകും. ഒരു 100 ഐറ്റം ടെസ്റ്റിൽ നമ്മൾ റാൻഡംലി ഡിവൈഡ് ഇറ്റ് ഇൻ ടു 50-50 ഐറ്റംസ്. Then what we are doing, we are calculating the correlation between the scores of two halves. ഈ രണ്ട് ഹാഫിന്റെയും സ്കോറുകളുടെ കോറിലേഷൻ നമ്മൾ നോക്കുകയാണ്. അവിടെ നല്ല ഹൈ കോറിലേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ ഗുഡ് ഇന്റേണൽ കൺസിസ്റ്റൻസി. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ, ടു അസസ് ദ ഇന്റേണൽ കൺസിസ്റ്റൻസി ഓഫ് ടെസ്റ്റ് വിത്ത് ഡൈക്കോട്ടമസ് ഐറ്റംസ്, ഇറ്റ് ചെക്സ് ഓഫ് ഓൾ ഐറ്റംസ് ഇൻ ദ ടെസ്റ്റ് ആർ മെഷറിംഗ് ദ സെയിം അണ്ടർലൈങ് കൺസ്ട്രക്ട്. നമ്മളുടെ ഈ ഒരു ടെസ്റ്റിലുള്ള ഇത് പ്രത്യേകിച്ച് ഈ കുഡർ-റിച്ചാർഡ്സൺ എസ്റ്റിമേറ്റ് നമ്മൾ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് ഡൈക്കോട്ടമസ് ആയിട്ടുള്ള എസ് ഓർ നോ ക്വസ്റ്റ്യൻസിലാണ്, ആ കൈൻഡ് ഓഫ് ഐറ്റംസിലാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുക. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഒരു പർപ്പസ് എന്താ, ഇറ്റ് ചെക്സ് ഇഫ് ഓൾ ഐറ്റംസ് ഇൻ ദ ടെസ്റ്റ് ആർ മെഷറിംഗ് ദ സെയിം അണ്ടർലൈങ് കൺസ്ട്രക്ട്. നമ്മളുടെ ഈ ഒരു ടെസ്റ്റിലുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു അണ്ടർലൈങ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റിനെ തന്നെയാണോ, ആ ഒരു കോൺസെപ്റ്റിനെ തന്നെയാണോ അളക്കുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ ചെക്ക് ചെയ്യുന്നത്. ഇഫ് യു ഹാവ് എ ടെസ്റ്റ് ഓഫ് ബൈനറി ഐറ്റംസ്, ബൈനറി ഐറ്റംസ് എന്ന് പറഞ്ഞാലും ഡൈക്കോട്ടമസ് എന്നുള്ള മീനിങ് ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇതിന്റെ ഇടയിലുള്ള ഒരു എഗ്രിമെന്റ് നമ്മൾ ഈ ഒരു കുഡർ-റിച്ചാർഡ്സൺ എസ്റ്റിമേറ്റ് ഓഫ് റിലയബിലിറ്റി വെച്ച് കാണുന്നു. ഇതിൽ ഹൈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, there is a good internal consistency. Likewise, we have ക്രോൺബാക്ക് ആൽഫ. ക്രോൺബാക്ക് ആൽഫയിൽ എന്താ പർപ്പസ്, to evaluate, same purpose ആണ്, internal consistency for test with multiple items like surveys, questionnaires. It checks if all items in the test are measuring the same concept. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും
നമ്മൾ ഉദ്ദേശിച്ച കൺസെപ്റ്റ് തന്നെയാണോ അളക്കുന്നത് എന്നാണ് ഇവിടെയും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതിന്റെ ഒരു ഇന്റേണൽ കൺസിസ്റ്റൻസി അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇതിൽ പക്ഷേ ഡൈക്കോട്ടമസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഐറ്റംസ് ആയിരിക്കില്ല, മേ ബി കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ സർവേ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ഉണ്ടാകാം. ഇവിടെയും നല്ല ഹൈ ആയിട്ടുള്ള ഒരു ക്രോൺബാക്ക് ആൽഫ സജസ്റ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഇറ്റ് ഹാസ് എ ഗുഡ് ഇന്റേണൽ കൺസിസ്റ്റൻസി. ഞാൻ പറഞ്ഞതിനെ ഒന്ന് സമ്മപ്പ് ചെയ്യാം. നമ്മൾക്ക് രണ്ട് കൈൻഡ് ഓഫ് വാലിഡിറ്റി ആണുള്ളത്. ഇന്റേണൽ വാലിഡിറ്റി, സോറി, I have been saying about reliability. Internal reliability, otherwise we can call it as internal consistency, and we also have reliability, otherwise external consistency. Consistency എന്ന് പറഞ്ഞാൽ മെഷർമെന്റിലുള്ള കൺസിസ്റ്റൻസി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായിരുന്നു ഇന്റേണൽ കൺസിസ്റ്റൻസി കൊണ്ടുള്ള ഉദ്ദേശം? നമ്മളുടെ കയ്യിലുള്ള ആ ഒരു ടെസ്റ്റ്, വിത്തിൻ ദ ടെസ്റ്റ് ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ, മെഷർമെന്റിൽ കൺസിസ്റ്റൻസി ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം എക്സ്റ്റേണൽ കൺസിസ്റ്റൻസിയിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? വി ആർ അഡ്മിനിസ്ട്രിങ് ദ ടെസ്റ്റ് അറ്റ് ഡിഫറെന്റ് ടൈം സ്പാൻസ്. ആ രണ്ട് ടൈം സ്പാനിൽ ചെയ്യുന്നതിന്റെ ഇടയിൽ കൺസിസ്റ്റൻസി ഉണ്ടോ? ഒന്ന് എക്സ്റ്റേണലി നമ്മൾ ചെയ്യുമ്പോൾ, ഒന്ന് നമ്മളുടെ ടെസ്റ്റിന്റെ തന്നെ ഇന്റേണലി അതിനെ സ്പ്ലിറ്റ് ഹാഫ് ചെയ്ത് അതിൽ ഓരോ ഐറ്റംസിനെയും നോക്കിയിട്ട് അതിൽ ഓരോ ഐറ്റംസും നമ്മൾ ഉദ്ദേശിച്ച കൺസ്ട്രക്റ്റിനെ തന്നെയാണോ അഡ്രസ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ആ രീതിയിൽ അതിന്റെ വാലിഡിറ്റി എൻഷുർ ചെയ്യുന്ന മെത്തേഡുകളാണ് ഇന്റേണൽ കൺസിസ്റ്റൻസി മെത്തേഡ്സ്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ നൗ. പിന്നെ വരുന്ന ഇനി പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വാലിഡിറ്റി. വാലിഡിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. വാലിഡിറ്റി മീൻസ് സിംപ്ലി വാട്ട് വി ക്യാൻ സേ അക്യുറസി. നമ്മള് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞതായിരുന്നു അല്ലെ. ജസ്റ്റ് ആ ഡെഫിനിഷൻ ഒന്ന് വായിച്ചതിന് ശേഷം വാലിഡിറ്റി ഈസ് ദ ക്രൂഷ്യൽ ആസ്പെക്ട് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് ആൻഡ് ഇറ്റ് assesses that the extent to which the text accurately measures what it claims to measure. ഒരു IQ ടെസ്റ്റ് നടത്തുന്ന ഒരു ടെസ്റ്റ് ആണെങ്കിൽ, IQ-നെ മെഷർ ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണെങ്കിൽ, ഇറ്റ് ഷുഡ് മെഷർ ദ IQ. അതിലെ റിസൾട്ട് ഭയങ്കര കോമഡി ആയിട്ട് വരികയാണെങ്കിൽ അതൊരു വാലിഡ് ആയിട്ടുള്ള സാധനമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ ഒരാളുടെ ഡിപ്രഷനെയാണ് നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് മെഷർ ദ ഡിപ്രഷൻ, നോട്ട് ആങ്സൈറ്റി. അങ്ങനെ കൃത്യമായിട്ട് നമ്മൾ ഉദ്ദേശിച്ച കൺസ്ട്രക്റ്റിനെ തന്നെ അളക്കുന്നതായിരിക്കണം നമ്മളുടെ ടെസ്റ്റ്. ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് മെഷറിംഗ് വാട്ട് വി ആർ ഇന്റെൻഡിങ് ടു മെഷർ, വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് വാലിഡ്. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് വാലിഡിറ്റി ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ടു ദ ടൈപ്സ് ഓഫ് വാലിഡിറ്റി. ടൈപ്സ് ഓഫ് വാലിഡിറ്റി ഒരുപാടുണ്ട്, മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസസ് ആണ് ഉണ്ടാകുക. ഓക്കെ, സിംപ്ലി വി ക്യാൻ ഗോ ത്രൂ ഇറ്റ്. Content validity എന്ന് പറഞ്ഞാൽ ensures that a test or assessment accurately represents the full range of concept or construct it intends to measure. നമ്മൾ എന്തിനെയാണോ അളക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ ഫുൾ ഓപ്ഷനില്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റിൽ കവർ ചെയ്യുന്നുണ്ടോ, അക്യുറേറ്റ്ലി മെഷർ ചെയ്യുന്നുണ്ടോ, റെപ്രസെന്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ കണ്ടന്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഒരു സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഡേ ടു ഡേ ലൈഫിലൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം, എ മാത്സ് ടെസ്റ്റ് കവറിംഗ് ഓൾ ടോപ്പിക്സ് ടോട്ട് ഇൻ ദ കരിക്കുലം ഹാസ് കണ്ടന്റ് വാലിഡിറ്റി. ഒരു മാത്സ് ടെസ്റ്റിൽ പഠിപ്പിച്ച സിലബസിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഹാസ് എ ഹൈ കണ്ടന്റ് വാലിഡിറ്റി. അതിന് നല്ല കണ്ടന്റ് വാലിഡിറ്റി ഉണ്ട്. കാരണം എന്താ, എന്ത് കോൺസെപ്റ്റ് ആണോ, എന്ത് കൺസ്ട്രക്റ്റ് ആണോ വി ആർ മെഷറിംഗ്, വി ആർ ഗോയിങ് ടു മെഷർ, വി ആർ അക്യുറേറ്റ്ലി റെപ്രസെന്റിങ് ദ ഫുൾ റേഞ്ച്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ ഹൈ കണ്ടന്റ് വാലിഡിറ്റി. ക്രൈറ്റീരിയൻ റിലേറ്റഡ് വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ measures how well a test predicts or relates to some external criteria. ഒരു എക്സ്റ്റേണൽ ക്രൈറ്റീരിയയുമായി റിലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് എത്രത്തോളം പ്രിഡിക്റ്റബിൾ ആണ്, പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് നോക്കുന്നത്. എക്സാമിൻസ് ഹൗ ക്ലോസ്ലി എ ടെസ്റ്റ് അലൈൻസ് വിത്ത് അതർ മെഷേഴ്സ് ഓഫ് ദ സെയിം കോൺസെപ്റ്റ്. ഈ കോൺസെപ്റ്റിനെ തന്നെ അളക്കുന്ന മറ്റു മെഷേഴ്സുമായിട്ട് എത്രത്തോളം അലൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്രത്തോളം പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. ഇതിന്റെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെ വരുന്നതാണ് കൺകറന്റ് വാലിഡിറ്റിയും അതുപോലെ തന്നെ പ്രിഡിക്റ്റീവ് വാലിഡിറ്റിയും. കൺകറന്റ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ assesses the relationship between a test and a criteria measured at the same time. Example, comparing a new depression assessment tool with an established one to see if they yield similar results concurrently. ഒരേ സമയം
രണ്ടിനും ഒരേ റിസൾട്ട് കിട്ടുന്നുണ്ടോ? ആൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഡിപ്രഷൻ അസസ്മെന്റ് ടൂൾ ഉണ്ട്. നമ്മളൊരു പുതിയ ഡിപ്രഷൻ അസസ്മെന്റ് ടൂള് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ വാട്ട് വി ആർ ഡൂയിങ്, ഇത് രണ്ടിലും ഒരേ സമയം ഒരേപോലത്തെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുകയാണ്. ഇഫ് വി ആർ ഗെറ്റിംഗ്, വി കൻ സേ ദാറ്റ് അവിടെ കൺകറന്റ് വാലിഡിറ്റി അല്ലെങ്കിൽ അതിന് വാലിഡിറ്റി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇറ്റ് ഈസ് മെഷറിംഗ് വാട്ട് വി ആർ ഇന്റൻഡിങ് ടു മെഷർ. Predictive validity എന്ന് പറഞ്ഞാൽ evaluates how well a test predicts future performance or outcomes. ഒരു ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ how well it predicts about the future, എത്രത്തോളം അതിന് നമ്മളുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നമ്മളുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പ്രിഡിക്ട് ചെയ്യാൻ പറ്റും എന്നതിനെ ആണ് നമ്മൾ predictive വാലിഡിറ്റിയിൽ നോക്കുന്നത്. ആ ഒരു വാക്കിൽ തന്നെയുണ്ട് അല്ലെ. എക്സാമ്പിൾ SAT എന്ന് പറഞ്ഞാൽ പൊതുവെ UK-യിലൊക്കെ അവിടുത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു എൻട്രൻസ് കൈൻഡ് ടെസ്റ്റ് ആണ്. അപ്പോൾ SAT scores predicting college success or job aptitude test predicting job performance. അപ്പോൾ ഒരു SAT സ്കോഴ്സ് നമ്മളുടെ കോളേജ് സ്റ്റുഡൻസിന്റെ പെർഫോമൻസിനെ പ്രിഡിക്ട് ചെയ്യുന്നത് പോലെ, അതേപോലെ തന്നെ ജോബ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ ജോബ് പെർഫോമൻസിനെ പ്രിഡിക്ട് ചെയ്യുന്നത് പോലെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതാണ് അവിടെ പറഞ്ഞത്. ഒരു ടെസ്റ്റ് ഫ്യൂച്ചർ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഔട്ട്കംസിനെ എങ്ങനെ പ്രിഡിക്ട് ചെയ്യുന്നു എന്നുള്ളത് അതിനെ അവലംബിച്ചിട്ടാണ്, അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് പ്രിഡിക്റ്റീവ് വാലിഡിറ്റി. ഓക്കെ, കൺസ്ട്രക്റ്റീവ് വാലിഡിറ്റി കുറച്ച് നമുക്ക് ഫസ്റ്റ് ഒരു കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യുമെങ്കിലും സംഗതി സിമ്പിൾ ആണ്. കോംപ്ലക്സ് ആൻഡ് എയിംസ് ടു എൻഷുർ ദാറ്റ് ദ ടെസ്റ്റ് ജെന്യൂൻലി മെഷേഴ്സ് ദ തിയററ്റിക്കൽ കൺസ്ട്രക്ട് ഇറ്റ് ഡിസൈൻ ഫോർ. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആ ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ആ ഒരു തിയററ്റിക്കൽ കൺസ്ട്രക്റ്റിനെ വളരെ ജെന്യൂൻലി മെഷർ ചെയ്യുന്നുണ്ടോ എന്നതാണ് നമ്മൾ കൺസ്ട്രക്ട് വാലിഡിറ്റിയിൽ നോക്കുന്നത്. ഇറ്റ് ഇൻവോൾവ്സ് 3 ആസ്പെക്ട്സ്. ദ ടെസ്റ്റ് ഷുഡ് മെഷർ വാട്ട് ഇറ്റ് സപ്പോസ്ഡ് ടു മെഷർ. ലീഡർഷിപ്പ് ടെസ്റ്റ്, മെഷറിംഗ് ലീഡർഷിപ്പ്. ഒരു ലീഡർഷിപ്പ് ടെസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് മെഷർ ലീഡർഷിപ്പ്. അതാണ് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ്, it shouldn't measure unrelated constructs. അതുമായി ബന്ധമില്ലാത്ത കൺസ്ട്രക്റ്റിനെ അളക്കരുത്. ഇഫ് വി ആർ മേക്കിംഗ് വൺ ടെസ്റ്റ്, അതെന്തിനു വേണ്ടിയിട്ടാണ്? മ്യൂസിക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ഇറ്റ് ഷുഡിൻറ്റ് റിലൈ ഹെവിലി ഓൺ റീഡിങ് എബിലിറ്റി. അവിടെ നമ്മൾ റീഡിങ് എബിലിറ്റിയോ മറ്റ് വേറെ കൺസ്ട്രക്റ്റുകളൊന്നും നമ്മൾ അൺറിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളെ കുറിച്ച് ടെസ്റ്റ് ചെയ്യരുത്, മെഷർ ചെയ്യരുത്. അതാണ് കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയുടെ രണ്ടാമത്തെ ഒരു ആസ്പെക്ട്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഇറ്റ് ഷുഡ് പ്രെഡിക്റ്റ് ഔട്ട്കംസ് റിലേറ്റഡ് ടു ദ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. എക്സാമ്പിൾ, എ മ്യൂസിക്കൽ എബിലിറ്റി ടെസ്റ്റ് പ്രിറ്റൻഡിങ് സക്സസ് ഇൻ മ്യൂസിക് ലെസൺസ്. ഒരു നല്ല കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയുടെ ഒരു മൂന്നാമത്തെ ഒരു ആസ്പെക്ട് ആണ് ഇറ്റ് ഷുഡ് പ്രെഡിക്റ്റ് ഔട്ട്കംസ് റിലേറ്റഡ് ടു ദ തിയററ്റിക്കൽ കോൺസെപ്റ്റ്. ഈ തിയററ്റിക്കൽ കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട ഔട്ട്കംസിനെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റണം. എന്താണ് ഉദാഹരണം? ഒരു മ്യൂസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ആണെങ്കിൽ പ്രെഡിക്റ്റിംഗ് സക്സസ് ഇൻ ദ മ്യൂസിക്കൽ ലെസൺസ്, അവർക്ക് മ്യൂസിക്കൽ ലെസൺസിൽ കുറച്ചുകൂടെ ഒരു സക്സസ് ഉണ്ടാകുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നത് പോലെ. ഇതൊക്കെ കൺസ്ട്രക്റ്റ് വാലിഡിറ്റിയുടെ ഒരു 3 ആസ്പെക്റ്റിൽ പ്രധാനപ്പെട്ട 3 ആസ്പെക്റ്റുകളാണ്. ഫസ്റ്റ് നമ്മളിത് എന്താ പറഞ്ഞത്? ഈ തിയററ്റിക്കൽ കൺസ്ട്രക്ട് എന്തിനാണോ ഡിസൈൻ ചെയ്തത് ആ ഒരു പേർപ്പസിനെ ജെന്യൂൻലി മെഷർ ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെയാണ് കൺസ്ട്രക്ട് വാലിഡിറ്റിയിലും പറയുന്നത്. Convergent validity examines the degree to which different tests measuring the same construct produce similar result. Two different anxiety questionnaires yielding the similar scores for the same individuals. നമ്മൾ നേരത്തെ പറഞ്ഞതിനോടൊക്കെ സിമിലാരിറ്റി വരാൻ സാധ്യതയുള്ള ഒരു ഡെഫിനിഷൻ ആണ് അല്ലെ. നമ്മൾ സെയിം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഒരേ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ട വ്യത്യസ്തമായ ക്വസ്റ്റ്യനേഴ്സ് ഉണ്ടാകും. എക്സാമിൻസ് ദ ഡിഗ്രി ടു വിച്ച് ഡിഫറെന്റ് ടെസ്റ്റ്, വ്യത്യസ്തമായ ടെസ്റ്റുകൾ മെഷറിംഗ് ദ സെയിം കൺസ്ട്രക്ട്, ഒരേ കൺസ്ട്രക്റ്റിനെ മെഷർ ചെയ്യുന്ന വ്യത്യസ്തമായ ടെസ്റ്റുകൾ സിമിലർ റിസൾട്ട് ആണോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കൺവേർജന്റ് വാലിഡിറ്റിയിൽ നോക്കുന്നത്. 2 ആങ്സൈറ്റി ക്വസ്റ്റ്യനേഴ്സ് yielding സിമിലർ റിസൾട്ട് ഫോർ സെയിം ഇൻഡിവിജ്വൽസ്, ഒരേ വ്യക്തികൾക്ക് വ്യത്യസ്തമായ ക്വസ്റ്റ്യനേഴ്സ് ബട്ട് ദേ ആർ ബോത്ത് ഫോർ ആങ്സൈറ്റി. അത് ആങ്സൈറ്റിക്കുള്ള 2 ക്വസ്റ്റ്യനേഴ്സ് ആണ്. അത് രണ്ടിനും സിമിലർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ കൺവേർജന്റ് വാലിഡിറ്റിയിൽ നോക്കുന്നത്. ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി ആ പേരിൽ തന്നെയുണ്ട്. ടെസ്റ്റ് വെദർ എ ടെസ്റ്റ് ക്യാൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഡിഫറെന്റ് അൺറിലേറ്റഡ് കൺസ്ട്രക്ട്സ്. ഡിഫറെന്റ് ആയിട്ടുള്ള അൺറിലേറ്റഡ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റുകൾക്കിടയിൽ ഒരു വ്യത്യാസം കാണാൻ ഇതിന് പറ്റുന്നുണ്ടോ, ഈ ടെസ്റ്റിന് കഴിയുന്നുണ്ടോ? ഉദാഹരണം, കൺഫേമിംഗ് ദാറ്റ് ദ ഡിപ്രഷൻ അസസ്മെന്റ് ഡസ് നോട്ട് മെഷർ ആങ്സൈറ്റി ബട്ട് ഓൺലി ഡിപ്രഷൻ സിംപ്റ്റംസ്. ഒരു ഡിപ്രഷൻ അസസ്മെന്റ് ടെസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് മെഷർ ആങ്സൈറ്റി. അവിടെ ആങ്സൈറ്റി അല്ല
അളക്കേണ്ടത്. ഇറ്റ് ഷുഡ് മെഷർ ഡിപ്രഷൻ ഓൺലി. രണ്ടും രണ്ട് സംഗതികളാണ്. ഡിപ്രഷൻ സിംറ്റംസിനെ മാത്രമാണ് അവിടെ അളക്കേണ്ടത്. ഓക്കെ, അതാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഇത് ശരിക്കും ആങ്സൈറ്റിയും ഡിപ്രഷനും വളരെ റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ഡിസോർഡേഴ്സ് ആണെങ്കിലും there are crystal clear borders between these two. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡിപ്രഷൻ അസസ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ടെസ്റ്റ് ഡിപ്രഷൻ സിംറ്റംസ് ഓൺലി, നോട്ട് ആങ്സൈറ്റി സിംറ്റംസ്. അതാണ് ഡിസ്ക്രിമിനന്റ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്. ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഫേസ് വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ the questions are designed and modified until they seem to accurately measure the intended concept based on the researcher's subjective opinion. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ തന്നെ മോഡിഫൈ ചെയ്യും until it seem accurately measure the intended concept. ഏത് കോൺസെപ്റ്റ് ആണോ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ തന്നെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നത് വരെ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ ഈ റിസർച്ചറിന്റെ സബ്ജക്റ്റീവ് ഒപ്പീനിയൻ അനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫേസ് വാലിഡിറ്റിയിൽ വരുന്നത്. റെഫേഴ്സ് ഹൗ വെൽ എ ടെസ്റ്റ് അപ്പിയേഴ്സ് ഓൺ സർഫസ് ടു മെഷർ what it's supposed to measure. A test for measuring happiness should seem relevant to assessing happiness to have face validity. ഒരു ഹാപ്പിനെസ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് സീം റെലവെന്റ് ടു അസസിങ് ഹാപ്പിനെസ്. അത് ഹാപ്പിനെസിനെ അളക്കാൻ മാത്രം റെലവെന്റ് ആണെന്നുള്ളത് തോന്നിപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഹാസ് എ ഫേസ് വാലിഡിറ്റി. നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇത് പറ്റുന്നതാണെന്ന് പറയുന്നത് പോലുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. ഇതിൽ നമ്മുടെ റിസർച്ചേഴ്സിന്റെ സബ്ജക്റ്റീവ് ഒപ്പീനിയൻസ് ഒക്കെ കാര്യമായിട്ട് റോള് വരുന്നുണ്ട്. ഓക്കെ, we have discussed about different types of validity. Now we are going to internal as well external validity. Internal validity എന്ന് പറഞ്ഞാൽ എന്താണ്? Internal validity refers to the degree. Okay, internal validity refers to the degree of confidence that the causal relationship between tested is trustworthy and not influenced factors or variables. എന്താ ഇവിടെ നമ്മൾ നോക്കുന്നത്? ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it refers to the degree of confidence that the causal relationship being tested is trustworthy and not influenced by factors or variables. External validity refers to the extent to which result from a study can be applied, generalized to other situations, groups or events. വളരെ സിമ്പിൾ ആയിട്ട് പറയാം, ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നടത്തിയ ടെസ്റ്റിൽ വി ഷുഡ് ഹാവ് ദാറ്റ് കോൺഫിഡൻസ്. നമ്മൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മൾക്ക് ഉറപ്പ് പറയാൻ പറ്റണം. എന്ത് പറയാൻ പറ്റണം? ഈ ടെസ്റ്റ് ട്രസ്റ്റ് വർത്തിയാണ്, ഇതിൽ വേറെ ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല, വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഈ പറഞ്ഞ കോഷ്യൽ റിലേഷൻഷിപ്പ്, ഈ ഒരു കോസ് ആൻഡ് എഫക്ട്, ഇറ്റ് ഈസ് ദർ ബിക്കോസ് അവർ സ്റ്റഡി ഹാസ് ഇന്റേണൽ വാലിഡിറ്റി. അങ്ങനെ നമ്മൾ കോൺഫിഡൻസിൽ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഗ്രി ഓഫ് കോൺഫിഡൻസിനെയാണ് നമ്മൾ ഇന്റേണൽ വാലിഡിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൺ ദ അതർ ഹാൻഡ് വി ഹാവ് എക്സ്റ്റേണൽ വാലിഡിറ്റി. എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? To the extent to which result from a study can be applied to other situations, groups or events. നമ്മൾ ഈ ഒരു സ്റ്റഡിയിൽ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മൾ ഒരു ചെറിയ പഠനം നടത്തി കഴിഞ്ഞാൽ അതിൽ ഒതുക്കാറില്ല. വി വിൽ ഇൻഫർ. നമ്മൾ അതിനെ ജനറലൈസ് ചെയ്യാറുണ്ട് അല്ലെ? ആ ജനറലൈസ് ചെയ്യാൻ പറ്റുന്നതാണോ, അതിന് ഉതകുന്നതാണോ നമ്മളുടെ പഠനം? അതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് we can say it in another words, internal validity is a measure of how well a study is conducted, its structure and how accurately its result reflected the studied group. നമ്മൾ പഠിച്ച സ്റ്റഡി ചെയ്ത ഗ്രൂപ്പിനെ കുറിച്ച് എത്ര വൃത്തിയിൽ ആ റിസൾട്ട് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പഠിച്ച മെത്തേഡ് നമ്മൾ എത്ര വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്, ഹൗ സ്ട്രക്ചേർഡ് വി വർ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്റേണൽ വാലിഡിറ്റിയിൽ നമ്മൾ വരുന്നത്. എക്സ്റ്റേണൽ വാലിഡിറ്റിയിൽ ഹൗ അപ്ലിക്കബിൾ, മാറ്റം ശ്രദ്ധിക്കണം. ഹൗ വെൽ എ സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ്, എത്ര വൃത്തിയിലാണ്, കൃത്യതയിലാണ് നമ്മളുടെ പഠനം നടന്നത്. ഹൗ വെൽ ദ സ്റ്റഡി ഈസ് കണ്ടക്റ്റഡ്, ദാറ്റ് ക്വസ്റ്റ്യൻ relates to internal validity and how applicable the findings are in real life scenarios.
നമ്മളുടെ റിയൽ ലൈഫ് സെനാരിയോസിൽ നമ്മളുടെ ഈ പഠനം ഹൗ മച്ച് ഇറ്റ് ഈസ് അപ്ലിക്കബിൾ എന്ന ക്വസ്റ്റ്യൻ ഇറ്റ്സ് റിലേറ്റഡ് ടു എക്സ്റ്റേണൽ വാലിഡിറ്റി. ഓക്കെ, ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മളുടെ പഠനം എത്ര കൃത്യതയിൽ വൃത്തിയിൽ നടന്നിട്ടുണ്ട് എന്നതും, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഹൗ അപ്ലിക്കബിൾ ഇറ്റ് ഈസ്, ഹൗ ക്യാൻ വി ജനറലൈസ് ഇറ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് ആ ഒരു പോർഷനിൽ വരുന്നത്. These two concepts help researchers gauge if the result of the research study are trustworthy and meaningful. നമ്മൾ നടത്തിയ ഒരു പഠനത്തിന്റെ റിസൾട്ട് അത് ട്രസ്റ്റ് വർത്തി ആണോ, മീനിങ് ആണോ എന്നൊക്കെ പറയാൻ ഇന്റേണൽ വാലിഡിറ്റി ആസ് വെൽ എക്സ്റ്റേണൽ വാലിഡിറ്റി ബോത്ത് ആർ ഈക്വലി ഇമ്പോർട്ടൻറ്റ്. രണ്ടും നിർബന്ധമാണ്. ഇന്റേണൽ വാലിഡിറ്റി ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഈ എക്സ്റ്റേണൽ വാലിഡിറ്റിയെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാം, അല്ലെ? നമ്മളുടെ നടത്തിയ പഠനം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ ഹൗ ക്യാൻ വി ജനറലൈസ് ഇറ്റ്? നമ്മൾ നടത്തിയ പഠനം ക്ലിയർ അല്ലെങ്കിൽ, കറക്റ്റ് അല്ല എങ്കിൽ ഹൗ ക്യാൻ വി ജനറലൈസ് ഇറ്റ്? അത്ര ആലോചിച്ചാൽ മതി. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു sorry for the interruption. Okay, I hope I'm audible. Okay, ഇന്റേണൽ വാലിഡിറ്റിന്റെ ഒരു ചെറിയ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് അതിന്റെ ത്രെറ്റുകളിലോട്ട് കിടക്കാം. വാട്ട് ആർ ദ ത്രെഡ്സ് ഓർ വാട്ട് ആർ സം ഓഫ് ദ ത്രെഡ്സ്? വി ക്യാൻ get acquainted with some of the threads. Internal validity is about ensuring that a study accurately measures the cause and effect relationship between the independent variable and dependent variable. വളരെ സിമ്പിൾ ആണ്. ഡിപ്പെൻഡന്റ് വേരിയബിളും ഇൻഡിപെൻഡന്റ് വേരിയബിളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അല്ലെ? ഓർമ്മ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വാട്ട് എക്സ്പെരിമെന്റർ ക്യാൻ മാനിപ്പുലേറ്റ് അതായിരുന്നു ഇൻഡിപെൻഡന്റ് വേരിയബിൾ. വാട്ട് വി ആർ മെഷറിംഗ് അതായിരുന്നു ഡിപ്പെൻഡന്റ് വേരിയബിൾ, അല്ലെ? ഇൻഡിപെൻഡന്റ് വേരിയബിൾ വാലിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സോറി, ഇന്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് about ensuring that a study accurately measures the cause and effect relationship between independent variable and dependent variable. നമ്മൾ നടത്തുന്ന സ്റ്റഡി വളരെ കൃത്യമായും വളരെ അക്യുറേറ്റ്ലി ഈ ഒരു കോസ് ആൻഡ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്, അതിലെ ഉറപ്പ് തരുന്നുണ്ട് എന്നതാണ് ഇന്റേണൽ വാലിഡിറ്റി കൊണ്ട് ചെയ്യുന്നത്. ഇറ്റ്സ് ക്രൂഷ്യൽ ഫോർ ഡ്രോയിങ് വാലിഡ് കൺക്ലൂഷൻ ഫ്രം റിസർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു പോർഷൻ നമ്മൾക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, നമ്മളുടെ ആ ഒരു ഡിഗ്രി ഓഫ് കോൺഫിഡൻസ് ഇഫ് ഇറ്റ് ഈസ് വെരി ഹൈ, വി ക്യാൻ ഡ്രോ വാലിഡ് കൺക്ലൂഷൻസ് ഫ്രം റിസർച്ച്. ഇതിനെ നമ്മൾക്ക് ജനറലൈസ് ചെയ്യാനും നല്ല കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻസ് എടുക്കാനൊക്കെ നമുക്ക് പറ്റും. അച്ചീവിങ് ത്രൂ കൺട്രോൾഡ് എക്സ്പെരിമെന്റൽ കണ്ടീഷൻസ്. ഇത് എപ്പോഴാണ് നമ്മൾക്ക് കിട്ടുക? നമ്മൾ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള രീതിയിൽ എക്സ്പെരിമെന്റ് നടത്തിയാൽ മാത്രമാണ്, ടെസ്റ്റ് നടത്തിയാൽ മാത്രമാണ് വി വിൽ ഗെറ്റ് ഇറ്റ് ഇന്റേണൽ വാലിഡിറ്റി കിട്ടുക. സം ത്രെഡ്സ് ടു ഇന്റേണൽ വാലിഡിറ്റി. ഇന്റേണൽ വാലിഡിറ്റി വരുന്ന ഒരുപാട് ത്രെറ്റുകളിൽ ചിലതാണ് പറയുന്നത്. കൺഫൗണ്ടിങ് വേരിയബിൾ, നമ്മൾ എക്സ്ട്രേനിയസ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിരുന്നു, അതേപോലത്തെ സാധനമാണ് കൺഫൗണ്ടിങ്. എന്താണ് കൺഫൗണ്ടിങ്? ഒരു രണ്ട് വേരിയബിൾസ്, when two variables are intertwined വളരെ കൂടി പിണഞ്ഞ് കിടക്കാണ്, എന്താണ്, കെട്ട് പിണഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ പറയില്ല, അങ്ങനെ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. മേക്കിംഗ് ഇറ്റ് ഹാർഡ് ടു ഡിറ്റർമിൻ ദ ട്രൂ കോസ്. ഏതാണ് അതിന്റെ ഇപ്പൊ നമ്മൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് നമ്മൾ ഒരു കോസ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും, ആ കോസ് അതിന്റെ കൂടെ തന്നെ വേറെ എന്തോ ഒരു കോഴ്സ് നമ്മൾ പഠിക്കാനൊന്നും ഉദ്ദേശിക്കാത്ത ഒരു സാധനം അതും കൂടെ കെട്ടുപണഞ്ഞ് കിടക്കുക. എന്നിട്ട് നമ്മൾക്ക് ഏത് കാരണമാണ് ഈ റിസൾട്ട് ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുക. ഉദാഹരണം പറയുമ്പോൾ ക്ലിയർ ആകും, ശ്രദ്ധിച്ചോളൂ. ഇഫ് എ സ്റ്റഡി എയിംസ് ടു ടെസ്റ്റ് ദ ഇമ്പാക്ട് ഓഫ് ന്യൂ ടീച്ചിങ് മെത്തേഡ് ഓൺ സ്റ്റുഡൻസ് പെർഫോമൻസ് ബട്ട് ഫെയിൽസ് ടു അക്കൗണ്ട് ഫോർ സ്റ്റുഡൻസ് പ്രയർ നോളേജ്, the result might be confounded because prior knowledge can affect performance. നമ്മളൊരു പുതിയ ടീച്ചിങ് മെത്തേഡ് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഈ ടീച്ചിങ് മെത്തേഡ് എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, ടീച്ചിങ് മെത്തേഡ് എന്നുള്ളത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. അതിലാണ് നമ്മൾ മാനിപ്പുലേഷൻ വരുത്തിയത്. ഓക്കെ, ഇവിടെ നമ്മൾ അളക്കുന്ന ഡിപെൻഡന്റ് വേരിയബിൾ, നമ്മൾ വാട്ട് വി ആർ മെഷറിംഗ് സ്റ്റുഡന്റ് പെർഫോമൻസ്, അതാണ് അവിടുത്തെ ഡിപെൻഡന്റ് വേരിയബിൾ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദർ ഈസ് എ കൺഫൗണ്ടിങ് വേരിയബിൾ. അതെന്താണ്? ഈ കുട്ടിയുടെ പ്രയർ നോളേജ് എന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് മുൻപേ ഉള്ള അറിവ്, ആ സാധനത്തെ നമ്മൾക്ക് കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ വാട്ട് ഈസ് ഹാപ്പനിങ്?
ഇപ്പൊ കുട്ടീന്റെ പെർഫോമൻസ് കൃത്യമായും പുതിയ ടീച്ചിങ് മെത്തേഡ് വഴി കാരണം ഉണ്ടായതാണോ, അതല്ല കുട്ടിക്ക് മുൻപേ വിഷയത്തിൽ നല്ല ധാരണ ഉണ്ടായത് കൊണ്ട് ഉണ്ടായതാണോ എന്ന് നമ്മൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് പറഞ്ഞത് ടു വേരിയബിൾസ് ആർ ഇന്റർവൈൻഡ്. പ്രയർ നോളജ്, കുട്ടിയുടെ മുൻപേ വിഷയത്തിലുള്ള അഗാധമായ ധാരണ, കുട്ടിയുടെ വായനാശീലം, അതാണ് കൺഫൗണ്ടിങ് ആയിട്ട് വർക്ക് ചെയ്തത്. അതേസമയം പുതിയ ടീച്ചിങ് മെത്തേഡ് എന്നുള്ളത് അവിടുത്തെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരുന്നു. ബട്ട് വാട്ട് ഹാപ്പൻഡ്, വി ആർ നോട്ട് ഏബിൾ ടു ഡിറ്റർമിൻ ദ ട്രൂ കോഴ്സ്. ഏതാണ് ശരിക്കും കുട്ടിയുടെ പെർഫോമൻസിനെ സ്വാധീനിച്ച ഘടകം, വാട്ട് ഈസ് ദ കോസ്, വെദർ ഇറ്റ്സ് പ്രയർ നോളജ് ഓർ ദ ന്യൂ ടീച്ചിങ് മെത്തേഡ്, അതിൽ നമ്മൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് എ ത്രെറ്റ് ഫോർ ഇന്റേണൽ വാലിഡിറ്റി. ഇങ്ങനൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റേണൽ വാലിഡിറ്റി തന്നെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. കാരണം എന്താ, നമ്മളൊരു ടീച്ചിങ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാട്ട് വി ആർ ഇന്റെൻഡിങ്, വി ഹാവ് ടു ജനറലൈസ് ഇറ്റ്. ഇഫ് ദ റിസൾട്ട് ഈസ് ഓക്കെ, വി ഹാവ് ടു ജനറലൈസ് ഇറ്റ്. നമ്മൾക്കിത് അപ്ലൈ ചെയ്യണം, ബാക്കിയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. But what happened? Unfortunately, a confounding variable came into force and it made all the miracles. അവിടെ കുറെ മാറ്റങ്ങൾ വന്നു അല്ലെ. റിസൾട്ടില് മാറ്റങ്ങളൊന്നും പ്രത്യേകിച്ചില്ല, പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ആർ നോട്ട് ഏബിൾ ടു ഡിറ്റർമിൻ ദ കോസ്. എന്താണ് കൃത്യമായിട്ടും ഈ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയ കോസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് കൺഫൗണ്ടിങ് വേരിയബിൾ ഒരു ത്രെറ്റ് ആണെന്ന് പറയാനുള്ള കാരണം. പിന്നെ ഹിസ്റ്ററി, എക്സ്റ്റേണൽ ഇവന്റ്സ് അൺറിലേറ്റഡ് ടു ദ സ്റ്റഡി ക്യാൻ ഇൻഫ്ലുവൻസ് പാർട്ടിസിപ്പൻസ് റെസ്പോൺസസ്. നമ്മളുടെ സ്റ്റഡിയുടെ ഭാഗമല്ലാത്ത എക്സ്റ്റേണൽ സിറ്റുവേഷൻസ്, ഇവന്റ്സ് ഒക്കെ നമ്മളുടെ പഠനത്തെ കൃത്യമായും ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ മെച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ സബ്ജക്ട് എന്ന് പറയുന്ന ആള് ചിലപ്പോൾ ഈ ഒരു പ്രോസസ്സിന്റെ ഇടയിൽ അവന്റെ കൈൻഡ് ഓഫ് ഗ്രോത്ത് സംഭവിക്കാം, എന്തെങ്കിലും കൈൻഡ് ഓഫ് ക്ഷീണം സംഭവിക്കാം, ഇൽനെസ് സംഭവിക്കാം. ഇതൊക്കെ കാരണം സ്റ്റഡിയുടെ റിസൾട്ടിലും ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം. അപ്പോൾ അതൊരു ത്രെറ്റ് ആയിട്ട് ഇന്റേണൽ വാലിഡിറ്റിക്ക് വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ദെൻ റിപ്പീറ്റഡ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റിപ്പീറ്റഡ്ലി നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുക, പാർട്ടിസിപ്പൻസ് ക്യാൻ ലീഡ് ടു ഫെമിലിയാരിറ്റി വിത്ത് ടെസ്റ്റ് അഫക്റ്റിംഗ് ദ പെർഫോമൻസ്. അവർക്ക് ടെസ്റ്റിനെ കുറിച്ച് നല്ല ഫെമിലിയാരിറ്റി വരുന്നു, അവരുടെ പെർഫോമൻസിനെ അത് സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. Now we are going to external validity. External validity എന്ന് പറഞ്ഞാൽ is about whether the findings of research study can be applied or generalized to situations, subjects, settings or times beyond the specific conditions of the study. നമ്മളുടെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു ഇത്തിരി ലോകമാണ് അല്ലെ, ഒരു ചെറിയ ഇത്തിരി പോകുന്നൊരു ലോകമാണ്. ബട്ട് അതിൽ മാത്രം ഒതുക്കാനല്ല നമ്മളൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യുന്നത്. വി ഹാവ് ടു ജനറലൈസ് ഇറ്റ്, വി ഹാവ് ടു സേ ദ വേൾഡ് ദിസ് ഈസ് ഗുഡ്, യു ക്യാൻ ടേക്ക് ഇറ്റ് എന്ന് പറയാൻ നമ്മൾക്ക് പറ്റണം. അല്ലെങ്കിൽ ആ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് എല്ലാ റിസർച്ചുകളും നടക്കുന്നത്, ഒട്ടുമിക്ക റിസർച്ചുകൾ നടക്കുന്നത്. അപ്പൊ നമ്മൾക്ക് എന്ത് വേണം, എക്സ്റ്റേണൽ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫൈൻഡിങ്സ്, നമ്മളുടെ റിസർച്ച് സ്റ്റഡീന്റെ ഫൈൻഡിങ്സ് can be applied or generalized to situations, subjects, settings or times beyond the specific condition. നമ്മളുടെ ഈ സ്പെസിഫിക് കണ്ടീഷൻ അല്ലാത്ത മറ്റു കണ്ടീഷനുകളിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റൂല എന്നുള്ളത് നമ്മൾക്ക് ഒരു തീരുമാനം പറയാൻ പറ്റണം. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ we can say that it has external validity. It assesses the relevance of applicability of research result to the broader world. വിശാലത്തിലെ മറ്റ് സാധ്യതകളിൽ നമ്മളുടെ ഈ പഠനത്തിന് അപ്ലിക്കബിലിറ്റി ഉണ്ടോ, അതിന് വല്ല റെലവൻസും ഉണ്ടോ എന്നാണ് എക്സ്റ്റേണൽ വാലിഡിറ്റിയിൽ നമ്മൾ നോക്കുന്നത്. ഏതാനും ത്രെറ്റുകൾ നമുക്ക് നോക്കാം, പരിശോധിക്കാം. ആപ്റ്റിറ്റ്യൂഡ് ട്രീറ്റ്മെന്റ് ഇന്ററാക്ഷൻ, ഇത് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. വെൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സാമ്പിൾ ഇന്ററാക്ട് വിത്ത് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ലിമിറ്റിംഗ് ജനറലൈസേഷൻ. നമ്മളുടെ സാമ്പിളിന്റെ ഒരു പ്രത്യേകമായ ഒരു ക്യാരക്ടറിസ്റ്റിക്, അവരുടെ വളരെ സവിശേഷമായിട്ടുള്ള അവരുടെ ഒരു വിശേഷണം, അതെന്ത് ചെയ്യാണ്, നമ്മളുടെ ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ സ്വാധീനിക്കുകയും നമ്മളുടെ ജനറലൈസേഷനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യാണ്. ഒരു ഉദാഹരണം പറയാം. ഡ്രോയിങ് കൺക്ലൂഷൻസ് അബൌട്ട് തെറാപ്പി എഫക്റ്റീവ്നെസ് ഫ്രം എ സ്റ്റഡി ഓൺ ഹൈലി ഡിപ്രസ്ഡ് ഇൻഡിവിജ്വൽ മേ നോട്ട് ബി applicable to those who with milder depression. നമ്മളെടുത്ത സാമ്പിളിന് ഹൈലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എഫക്റ്റീവായി എന്നതുകൊണ്ട് ചിലപ്പോൾ അത് ഒരു മൈൽഡർ ഡിപ്രഷനുള്ള ടീമിനോ ലോവർ ഡിപ്രഷനുള്ള ടീമിനോ അപ്ലിക്കബിൾ ആവണം എന്നില്ല. അപ്പൊ നമ്മളുടെ ടീമിന്റെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് മേ ബി ഇൻഫ്ലുവൻസ്
or maybe may limit the generalizability. Okay. In a situations, various situational factors such as like treatment conditions, environmental conditions, measurement methods can limit generalizability. Example, if a study on workplace productivity is conducted in a quiet office, its findings may not apply to a noisy factory setting. വളരെ ശാന്തമായ ഒരു ഓഫീസ് സെറ്റപ്പിൽ ചെയ്ത ഒരു വർക്ക് പ്രൊഡക്ടിവിറ്റിയെ കുറിച്ച് നടന്ന ഒരു സ്റ്റഡി, അവിടെ നടന്ന സ്റ്റഡിയുടെ റിസൾട്ട് നമ്മൾ പക്ക ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉള്ള ഒരു ഫാക്ടറി സെറ്റപ്പിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ I think it won't give the result which we are expecting. അവിടെ നമ്മൾക്ക് external validity ഒരു ത്രെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയാനുള്ളത്. Okay, that's all about reliability and validity. Here we conclude. By this we are concluding our block 1.